ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുക, ഇതൊരു സ്ഥിരം ശൈലിയാണ്. കോൺഗ്രസ്സുകാർ ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിനും ഒക്കെ വളരെ ഒരുമിച്ച് നിന്ന് സംഘഗാനം പാടുന്ന കോൺഗ്രസ്സുകാർ ആലോചിക്കാനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് വയനാട് MP രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനകത്ത് കയറി വാഴ വെച്ചത്. എന്നും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ആപത് കാലത്ത് അവരെ നിന്ന് ധൈര്യസമേതം കേരളത്തിൽ ചേർത്ത് തോൽപ്പിക്കാൻ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സംഘപരിവാർ പ്രസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് കേന്ദ്രത്തിൽ ഭരണവും ഞങ്ങൾ ഇത്രയും ശക്തമായ ഒരു ജനകീയ അടിത്തറയുള്ള ഒരു 20% വോട്ട് പിടിച്ച് കേരളത്തിൽ ശക്തമായി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഓലപ്പാമ്പ് കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോവിന്ദ മാഷ് മറുപടി പറയണം. കാരണം ഒരു MP-യുടെ, ഒരു ജനപ്രതിയുടെ, ഒരു മന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി പോലീസ് നോക്കി നിൽക്കുമ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് കരിവ് ഒഴിച്ച് അത് ചെരുപ്പുമാല ഇടാൻ ശ്രമിച്ചത് ഇത് BJP വിചാരിച്ചാൽ കേരളത്തിൽ നടക്കില്ലേ? ഏത് CPM ഓഫീസിലാണ് കയറാൻ പറ്റാത്തത്? ഏത് പ്രതിമയില CPM-ന്റെ നേതാക്കന്മാരുടെ പ്രതിമയില ചെരുപ്പുമാല ഇടാൻ കഴിയാത്തത്? ഇതൊക്കെ CPM-ന് മാത്രം കഴിയുന്ന കാര്യമാണോ? ഇതെല്ലാവർക്കും കഴിയും. പക്ഷെ ഞങ്ങളൊരിക്കലും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോകില്ല. ഞങ്ങളതിനെ ഇതൊക്കെ ജനാധിപത്യ രീതിയിൽ തന്നെ നേരിടും.